അല്ലല്ല, അത് നിശ്ചയമായിട്ടും അതെ. പ്രതിഷേധ സമരം 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥന പെന്തക്കോസ്തുകാർ വെക്കുന്നത്. ക്രിസ്മസിന് തുടങ്ങിയിട്ട് 7 ദിവസം കഴിഞ്ഞ് ഡിസംബർ 31 ഇവര് ഇത് മുറിക്കും. ജാനസ് ദേവന്റെ ഫെസ്റ്റിവലാണ് റോമൻ ഫെസ്റ്റിവൽ. അത് ആണ്ടവസാനം ഈ ആണ്ടാരംഭ ഫെസ്റ്റിവലിൽ രാത്രിയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയും പങ്കെടുക്കരുതെന്ന് തെർത്തുല്യൻ എഴുതി വെച്ചിട്ടുണ്ട് സഭാപിതാവ്. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഡിസംബർ 25 പറഞ്ഞ അതേ പിതാവ് ന്യൂ ഇയർ ആഘോഷത്തിന് പോകരുതേ, അതിൽ പങ്കെടുക്കരുതേ എന്ന് എഴുതിയിട്ടുണ്ട്. വാണിംഗ്. അത് പാഗൻ ഫെസ്റ്റിവലാണ്. ഈ ഡിസംബർ 25 ആക്ച്വൽ പേഗൻ ഫെസ്റ്റിവൽ ജനുവരി 1 നടക്കുന്നത്. അത് ജാനസ് എന്ന് പറയുന്ന റോമൻ ദേവന്റെ ഫെസ്റ്റിവൽ. ജാനസ് ദേവന് 2 തലയുണ്ട്. ഇരുതല മൂരി എന്ന് പറഞ്ഞാൽ ഒരു തല ഒരു പ്രായമുള്ള ഒരു തലയാണ്, അത് പുറകോട്ട് നോക്കിയിരിക്കും. ചെറുപ്പക്കാരന്റെ തല മുന്നോട്ട് നോക്കിയിരിക്കും. ഇങ്ങനെ 2 തലയുള്ള ഒരു പ്രതിമയാണ്, വിഗ്രഹമാണ് ജാനസ് ദേവന്റെ. അത് ഈ വൃദ്ധന്റെ തല കഴിഞ്ഞു പോയ വർഷത്തെയും യുവാവിന്റെ തല വരാനിരിക്കുന്ന വർഷത്തെയും കാണിക്കുന്നു. അതുകൊണ്ട് ആണ്ടവസാനം റോമാക്കാർക്ക് വലിയ സെലിബ്രേഷനാണ്. അവർ രാത്രിയിൽ ജാനസിനെ വർഷിപ്പിക്കും. അപ്പൊ കഴിഞ്ഞ ഈ പ്രായമുള്ള തലയെ നോക്കി കഴിഞ്ഞ വർഷത്തെ നന്മകൾക്ക് നന്ദി പറയുകയും ഈ ചെറുപ്പക്കാരന്റെ തലയെ നോക്കിക്കൊണ്ട് പുതിയ വർഷത്തിലേക്കുള്ള പുതിയ പ്രതിജ്ഞകളും തീരുമാനങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുകയും സന്തോഷത്തോടെ തിരികെയും ചെയ്യും. ഈ റോമൻ പ്രാക്ടീസാണ് പെന്തക്കോസ്തുകാരെ അന്തസ്സായിട്ട് നടത്തുന്നത്. ഡിസംബർ 31 രാത്രിയിൽ ഇരുന്ന് ഈ ക്രിസ്തുവിന്റെ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തെ തമസ്കരിച്ചിട്ട് അവർ റോമൻ ദേവനായ ജാനസിന്റെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. അത്രയും ഗതികേടിലേക്ക് ഇവിടുത്തെ പുരാതന ക്രിസ്ത്യാനികളെ പെന്തക്കോസ്തുകാരെ വലിച്ചുകൊണ്ട് പോയി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുരാതന ക്രിസ്ത്യാനികൾ, ഈവൻ യാക്കോബായക്കാർ പോലും എന്ത് ചെയ്യുന്നു? പാതിരാ കുർബാനയും പാതിര ആഘോഷവും നടത്തുന്നു. AD 128 മുതൽ ക്രിസ്തുമസിന് പാതിരാ കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമുള്ള യാക്കോബായ സഭ അടക്കമുള്ള സഭകൾ ക്രിസ്തുമസിന്റെ പാതിരാ കുർബാന റദ്ദ് ചെയ്തു. എന്നിട്ട് അത് അന്തിക്കുർബാനയാക്കി. ക്രിസ്തുമസിന്റെ പാതിരാ കുർബാന റദ്ദ് ചെയ്ത് അന്തിക്കുർബാനയാക്കിയിട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഡിസംബർ 31 അവർ പാതിരാ കുർബാന വെക്കുന്നു. ഇത്രയും വലിയ ഗതികേട് നിങ്ങൾക്ക് വരാനില്ല. അതായത് പാരമ്പര്യത്തെ തമസ്കരിച്ചവരാണ് കേരളത്തിലെ യാക്കോബായക്കാര്. മറ്റ് സഭകളും, ഞാൻ യാക്കോബായ എന്ന് പറഞ്ഞുള്ളൂ, എല്ലാ സഭകളും. കാരണം ഈ ഓർത്തഡോക്സ് സഭയൊക്കെ അന്തിക്കുർബാന വെക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ പാതിരാ കുർബാനയുടെ പാരമ്പര്യം AD 128 മുതലുണ്ട്. പോപ്പ് ടെലസ്ഫോറോസ് നടത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ്. പക്ഷെ അത്രയും പാരമ്പര്യമുള്ള ഒരു പ്രാക്ടീസിനെയാണ് കള്ളം കയറുന്നത്. ഏത് ഡിസംബർ 20 ഞാനൊരു മെത്രാച്ചനോട് ചോദിച്ചു, മെത്രാച്ചനോട് ചോദിച്ചു, ഈ അന്തിക്കുർബാന വെക്കുന്നത് അത് നമ്മുടെ വിശ്വാസത്തിലൊക്കെ വീട്ടിൽ കള്ളം കയറാതിരിക്കാൻ, അപ്പൊ സന്ധ്യക്ക് കള്ളം വരത്തില്ലേ? അല്ല, അത് സന്ധ്യക്ക് വന്നാലും പിടിക്കാമല്ലോ. അപ്പൊ ഈ ഡിസംബർ 31 പാതിരാക്കൂത്ത് വെക്കുന്ന അന്നേരം കള്ളം കയറത്തില്ല. ഈ ഡിസംബർ 30 കള്ളന്മാർക്ക് അവധി, അവന്മാരെല്ലാം കള്ളു കുടിച്ച് ബോധമില്ല എടുക്കുക, കള്ളന്മാർ വരത്തില്ല. എന്തൊരു ന്യായീകരണം നടത്തി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തിരിച്ചറിയൂ സുഹൃത്തുക്കളെ, യാക്കോബായക്കാർ തിരിച്ചറിയൂ. പാതിരാ കുർബാന വെക്കണേ. അല്ല, ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു അനുഭവം കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഞങ്ങള് ഈ TPM സഭക്കാര് ഈ രാത്രി ഈ ആണ്ടർതിക്ക് രാത്രി മുഴുവൻ ചെണ്ടയടിച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പം ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു കാല് മുമ്പോട്ട് വെച്ച് നമ്മൾ അതിനെ സ്വീകരിക്കുക. അപ്പം ഈ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞ ഈ ആണ്ടവസാനത്തിന് നല്ല ഭക്ഷണമുണ്ട്. പൊത്തർച്ചിയും വാഴക്കായും ഇവിടെ കുറച്ചുള്ള ഭക്ഷണമുണ്ട്. അടിച്ച് ചെണ്ടയെല്ലാം അടിച്ച് പൊട്ടിച്ച് 12 മണി ആയപ്പോഴത്തേക്കും ആ 12 മണി കഴിഞ്ഞ് 12:01 കടക്കുമ്പോൾ ഭയങ്കര ബഹളം, ഭയങ്കര പാട്ടും ആരാധന സ്തുതിയും. ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കണ്ടെത്തി കിള കഴിഞ്ഞിട്ട് വരുന്ന പോലെ അവശനായി പോയി കിടന്നുറങ്ങുക. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോ എഴുന്നേറ്റ് റോട്ടിൽ വന്നപ്പോ അയലോക്കത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കൈകൂപ്പി എന്നോട് ചോദിക്കുക, എടാവേ ഒരു അല്പമെങ്കിലും ഒരു മര്യാദ കാണിക്കാൻ പാടില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ ചെണ്ടയടിച്ച് വെള്ളം വെച്ചിട്ട് ഈ നാട്ടിലുള്ളവർ ഒറ്റ മനുഷ്യന് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കൈകൂപ്പി നിങ്ങളോട് ചോദിക്കുകയാണ്, എടാവേ ഇത്രയും വലിയ ദ്രോഹം ഞങ്ങളോട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയൊരു ഇന്നലെ പാസ്റ്ററുടെ കൂടെ വന്ന ബാബു ജോർജ് ഇല്ലേ, ഒരു ബിഷപ്പ്, ഇന്നലെ അദ്ദേഹം നേരത്തെ പാസ്റ്റർ ആയിരുന്നു ഈ പെന്തക്കോസ്ത് റാന്നിയില്. അപ്പം അവരുടെ സഭയിൽ ഒരു പാതിരാ കുർബാനയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു, ഈ ആണ്ടവസാന പ്രാർത്ഥനയ്ക്ക്. അപ്പം ഞാനവിടെ പോയി. അപ്പം അവിടെ ഇതുപോലെ ഉണ്ട് ഈ സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പം ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു, ഒരു 11:59 ലൈറ്റ് ഓഫ് ചെയ്യുന്നു, എല്ലാവരും ഒരു ചവിട് മുന്നോട്ട് വെക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു. ഇതാണ് പരിപാടി. എല്ലാവർക്കും നേരത്തെ പറഞ്ഞു, എല്ലാവരും ലൈനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഏറ്റവും മുമ്പ്, ഇപ്പൊ ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിൽപ്പുണ്ട്, ഏറ്റവും മുമ്പ് ഒരു പാവപ്പെട്ടവന് ഒരു ഡബിൾ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പൊ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ഈ പുള്ളിക്ക് പെട്ടെന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റിയില്ല. ഇയാൾ പുറകെ നിൽക്കുന്ന ലൈൻ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചു. അപ്പൊ പുറകെ നിൽക്കുന്നവൻ ചവിട്ടി പിടിച്ചത് ഇയാളുടെ മുണ്ടല്ല. അപ്പൊ ഇയാൾ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഈ മുണ്ടങ്ങ് ഊരിപ്പോയി. അപ്പോഴേക്ക് ലൈറ്റ് ഇടുകയും ചെയ്തു. നൂലൊന്നുമില്ലാതെ ഇയാൾ ഏറ്റവും ഫ്രണ്ട്. ഞാൻ പറഞ്ഞു നല്ല പുതുവത്സര കാഴ്ചയായിരുന്നു. ആ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്ന ഓർത്തു ഞാൻ ആ കാര്യം ഓർത്ത്.